നമുക്ക് ദൈവസന്നിധിയിൽ ഈ വൈകിയ സമയത്ത് ഈ ഓഡിറ്റോറിയത്തിൽ പാരിസ്ഥിതികമാതിരിക്കുടെയും നൽകിയ പൈതലിൻ്റെ സമർപ്പണ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ എന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാൻ ദൈവ അവസരം നൽകി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രത്തോടെ ആ കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ കർത്താവിന് മഹത്വം കൊടുത്താണ്ട് സ്തോത്രം സ്തോത്രം. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ അതിൻ്റെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരാമെന്ന് പറഞ്ഞ മഹാരാജാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്ന് ഇന്ന് പകലിലെ ശുശ്രൂഷകൾ ആദരിക്കപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്താൽ അവർ ഉപയോഗിക്കപ്പെടുവാൻ ദൈവകരത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തനായ നിങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല ഈ വൈകിയ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടി വരുവാനുള്ള കൃപ സ്വർഗീയ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി കർത്താവേ. ദൈവം ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ആ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും കർത്താവിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഓ ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ, കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്ററെ കുടുംബമായി പിന്നിട്ട നാടുകളിൽ ദൈവം ദേശത്തിൻ്റെ നടുവിൽ അത്ഭുതകരമായി അതിശയകരമായി നടത്തുവാനിടയായി. കർത്താവേ സ്തോത്രം. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ദാനമായി നൽകിയ തലമുറകളെ ഇത്രത്തോളം കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവെ, അവർ രണ്ടുപേരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശേഷാൽ സുഖിന് വേണ്ടി, ആതിരയ്ക്ക് വേണ്ടി അവർക്ക് ദാനമായി നൽകിയ പൈതലിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ആ പൈതലിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ആദിയോടവസാനം ഈ ശുശ്രൂഷകളെ ഏറ്റെടുത്ത് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ദൈവം ഈ ഹാളിനകത്ത് വ്യാപരിപ്പാൻ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവേ സ്തോത്രം. ദൈവശക്തിയാൽ നിങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഇന്ന് പകലിൽ കർത്താവെ കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്കായി, ദൈവമക്കൾക്കായി, ബന്ധുമിത്രാദി ചാർച്ചക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകണം. ഏകാഗ്രതയോടെ ഞങ്ങളെ ഇരുത്തരണം. നല്ല ദൈവിക വചനങ്ങൾ, ആലോചനകളൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. സ്തോത്രം. ഈ ഹാളിനകത്ത് ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിപ്പാൻ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകലിലെ ശുശ്രൂഷയിൽ വെളിപ്പെടുവാൻ സഹായിക്കണമേ. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവായി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രങ്ങളൊക്കെ പാട്ടുകൾ പാടാം. ദൈവസന്നിധിയിലെ പാട്ട് പാടാനായിട്ട് അപേക്ഷിക്കുന്നു.
സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എന്ന് പറയുന്ന നമുക്ക് ഈ വൈകിയ സമയത്ത് ദൈവസന്നിധിയിൽ വാത്സല്യ സുഖിനും കുടുംബത്തിനും ദൈവം ദാനമായി നൽകിയ പൈതലിൻ്റെ സമർപ്പണ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ
ഇങ്ങനെ ഈ ഓഡിറ്റോറിയത്തിൽ വരുവാൻ കർത്താവ് അവസരം നൽകി. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ആകയാൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അറിഞ്ഞ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ പിന്നിട്ട നാളുകളിലെ വാത്സല്യ കർത്താവിൻ്റെ ദാസനും കുടുംബവും അവരുടെ തലമുറകളും ദേശത്ത് പിന്നിട്ട നാളുകളിലായിരുന്നു. ദൈവം ഇന്ന് പകലിൽ ആ ഭവനത്തെ വീണ്ടും അനുഗ്രഹിക്കുവാൻ നമ്മൾ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. അവരെ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സെമിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ചർച്ചക്കാർ, ചർച്ചയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനിപ്പോൾ ഒരു സമയത്തിന് ഭാഗമായിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസലക്ഷം 127 സങ്കീർത്തനം വായിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നിന്ന് പകലിൽ നടക്കുന്ന ഈ ശുശ്രൂഷകൾ ദൈവനാമത്തിൻ്റെ മഹത്വമായി തീരേണ്ടതിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാരംഭമായിട്ട് പ്രിയ ഗ്രേസിയാൻ്റെയും അതിനുശേഷം പ്രിയ പ്രസാദാനും ചുരുക്കമാക്കുകയിൽ ശുശ്രൂഷകളെ വഹിച്ച് പ്രാർത്ഥിക്കും. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് കർത്താവേ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹത്തോടെ ദൈവാന്തക്കോണം ഹാലി കർത്താവേ. ദൈവദാസന്മാരെ ദൈവരാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പോയ കാലം ഹല്ലേലൂയ കർത്താവേ ഉണ്ടാകുവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ ദൈവത്തെയും കടന്നു കർത്താവേ. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കുചേരുവാൻ ഇടയാക്കുന്ന മറ്റുള്ളവർക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. എല്ലാം നമ്മുടെ പോയ കാലം ഹല്ലേലൂയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം. അതിനെ അനുഗ്രഹിക്കണം കർത്താവേ. ശുശ്രൂഷകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. സ്തോത്രം പിതാവായ ദൈവമേ കളിക്കണം.
ദൈവത്തിന് സ്തോത്രം. അതേ പാട്ട് പാടിയതുപോലെ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കരമാണ്. ഈ സന്ധ്യയിൽ നമുക്ക് പറയാൻ കഴിയട്ടെ, കർത്താവേ, ഇത്രത്തോളം നീ എന്നെയും എൻ്റെ കുടുംബത്തെയും കൊണ്ടുവരുവാൻ ഞാനൊന്നുമില്ല എന്ന ഒരു വലിയ സമർപ്പണവും പ്രാർത്ഥനയും ഈ പകലിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം.
കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. അവരെ പലപ്പോഴും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചനകളൊക്കെ പിന്നിട്ട നാളുകളിൽ നമുക്ക് വേണ്ടി പങ്കിട്ടിട്ടുണ്ട്. പാൽസല്യ ജോൺ പാസ്റ്റർ ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി അതിശക്തമായി ദൈവകരത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷിക്തദാസനാണ്. ഈ ശുശ്രൂഷയിൽ അവർ കടന്നു വന്നതിൽ വളരെ സന്തോഷിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസന് ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്തദാസന് ദൈവവചനം സംസാരിക്കാനായി ക്ഷണിക്കും. വളരെ സന്തോഷം നിറഞ്ഞ ഈ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷാലുള്ള ക്ഷണം സ്വീകരിച്ച് വാത്സല്യ സുദിനം ആദരിക്കുന്ന ദൈവം കൊടുത്ത കുഞ്ഞിൻ്റെ സമർപ്പണത്തോട് ബന്ധത്തിൽ നമുക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കുക. അനുഗ്രഹിക്കപ്പെട്ട സാവകാശത്തിനായി ദൈവത്തിൻ്റെ പ്രാരംഭ നിമിഷം മഹത്വമർപ്പിക്കുന്നു. ഈ പ്രത്യേക മീറ്റിംഗ് ലീഡ് ചെയ്യുന്നു ഇവിടെയുള്ള സഭയിലെയും ഈ കൂട്ടായ്മയിലെയും അധ്യക്ഷനായിരിക്കുന്ന ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ ആദരണീയരായ കർത്താവിൻ്റെ മുദ്രത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ ഈ വേദിയിലും ദൈവമക്കളുടെ ഇടയിലും ആയിരിക്കും. അവർക്ക് വിശേഷിച്ച ശുഭനും കുടുംബത്തിനും അതിലുപരി ഈ സുധിൻ്റെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, അവരുടെ കുടുംബം എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കും. എനിക്ക് ഈ കുടുംബമായിട്ടൊരു ബന്ധമെന്ന് പറയുന്നത് ദീർഘനാളുകളായുള്ള ഹൃദയംഗമായ ഒരു വീട് പോലുള്ള ഒരു ബന്ധമാണ് ക്രിസ്തു. അതിന് കാരണക്കാരൻ എൻ്റെ സഹോദരൻ ജസനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ വീടുമായിട്ടൊക്കെ ഇവിടെ ഉള്ളിരിക്കുന്ന പല ബന്ധങ്ങളുമായി പരിചയപ്പെടാനിടയായി. നന്ദിയോടൊപ്പം അങ്ങനെ ആ ബന്ധത്തിൽ സുബിൻ എന്നോടൊപ്പം ദീർഘദിവസങ്ങളിൽ യാത്ര ചെയ്യുകയും ഞാൻ കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ചില നാളിൽ എനിക്കൊപ്പം സഞ്ചരിക്കുകയും ഒന്നിച്ച് ഞാൻ സുബിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലുമൊക്കെ താമസിക്കാൻ ഒക്കെ ഒരുക്കിയ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെല്ലാം അത്രയ്ക്കും ഒരു വീട് പോലുള്ള ബന്ധം ഈ ഭവനങ്ങളുമായിട്ട് ഇരിക്കുന്നു. നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പ്രിയ സുബിനും ആദരിക്കും കൊടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ സമർപ്പണ ശുശ്രൂഷയുടെ ബന്ധത്തിലാണ്. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൈവവചനം ശുശ്രൂഷ എന്ന ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഒരു വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിക്കണമെന്ന് താഴ്ന്നോട് അപേക്ഷിക്കുന്നു. 127 സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിക്കും. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മതി. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. ക്രൈസ്തവ സമൂഹത്തിന് കാണാതെ അറിയാവുന്ന വാക്യങ്ങളിൽ ഒന്നാണ് 127 സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യം. എന്നാൽ ഈ വാക്യം നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ഒരു വാക്ക് മാറ്റി പറയണം. മറ്റൊരു ഭാഗത്ത് അങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം അശ്രദ്ധയോടെ നമ്മളൊരു വാക്ക് മാറി പറയാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, മക്കൾ യഹോവയുടെ ദാനം. എന്നാൽ അവിടെ അങ്ങനെയല്ല, മക്കൾ ദൈവത്തിൻ്റെ അവകാശമാണ്.
എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴമായി സ്പർശിച്ചിട്ടുള്ള, ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്ക്. മക്കൾ ദൈവത്തിൻ്റെ അവകാശം. മക്കളെന്ന് പറയുന്നത് ഒരു ദാനമല്ല, ദൈവത്തിൻ്റെതാണ്. ദൈവം നമ്മുടെ പക്കൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അവകാശമാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന തലമുറ അഥവാ മക്കൾ. ഏതൊരു മാതാവിനും പിതാവിനും ഒരു തലമുറയെ വളർത്താൻ അവരേറെ ഓരോ ഘട്ടത്തിലും വില കൊടുത്താണ് തലമുറകളെ വളർത്തിയെടുക്കുന്നത്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇവിടെ ഒരു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മാത്രം അവരെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം ശുശ്രൂഷ. അതുകൊണ്ട് നിങ്ങൾ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്, വചന ശുശ്രൂഷയിലേക്ക് ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മ. ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇനി പ്രാർത്ഥനയോടെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അവകാശമാണ് മക്കൾ. അതിനെ ദൈവ പദ്ധതിക്കായി, ദൈവ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കായി ഭൂമിയിൽ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നവരാണ് മാതാപിതാക്കൾ. വിശേഷിച്ച് നാം ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് പശ്ചാത്തലത്തിൽ ജനിക്കണം, ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണമെന്നൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ നമ്മെ കുറിച്ച് ദൈവം മുൻ പദ്ധതി. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തെ പഠിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയും. ആമേൻ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അങ്ങനെ ആദ്യം ഭൂമിയിൽ ഉണ്ടാകുന്നത് മണ്ണിൽ നിന്ന് ദൈവത്തിന്റെ കൈയാൽ കരിപ്പിടിപ്പിച്ച 1-ാമത്തെ മനുഷ്യനായ ആദാം. ആദാമിൽ നിന്നാണ് പിന്നെ ഒരു സ്ത്രീ ഉണ്ടാകുന്നത്. ആദാമിന് ഗാഠനിദ്ര വരുത്തിയ ശേഷം വാരിയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് മജ്ജയും മാംസവും വെച്ച് പിടിപ്പിച്ച ശേഷം അവനെ ആദാം ഉണർത്തുന്നതിന് മുമ്പേ ഒരു സ്ത്രീയാക്കി ശേഷം അവനെ തട്ടി ഉണർത്തി. ആദാം പറഞ്ഞു, നാം വിവാഹ ശുശ്രൂഷയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇതെന്റെ അസ്ഥിയിൽ അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞ് നരനിൽ നിന്നെടുത്തിരിക്കുകയാൽ നാരി എന്ന പേരാകുമെന്ന് പറഞ്ഞ ദൈവം ഒരു തക്ക തുണയെ അവന് ഭാര്യ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ദൈവം പറയുന്ന ഏറ്റവും മികച്ച കാര്യം അവരോട്, ഒന്ന്, ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞ ശേഷം ഈ മാതാവും പിതാവും ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും ആയിക്കഴിഞ്ഞ് തക്ക തുണയെന്ന പദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത 1-ാമത്തെ അവർ ചെയ്യേണ്ട പദ്ധതി ഇതായിരുന്നു: നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പറ്റെ പെരുകണമെന്നുള്ളതാണ്. മനുഷ്യനെ നിർമ്മിച്ച ശേഷം, മനുഷ്യനായ ആദാമിന് ഒരു തക്ക തുണ ഉണ്ടാക്കിയ ശേഷം ദൈവം കുടുംബത്തോടുള്ള ബന്ധത്തിൽ ആദ്യം പറയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പറ്റെ പെരുകണം എന്ന് പറയുമ്പോൾ, സന്താന പുഷ്ടി എന്ന് പറയുന്നത് ദൈവം തന്റെ പദ്ധതിയിൽ ഏതൊക്കെ കുഞ്ഞുങ്ങളെ ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ കുടുംബത്തിൽ പിറക്കണമെന്ന് അനാദികാലം മുമ്പേ നിർണയിച്ചു വെച്ചിരിക്കുന്ന തലമുറയെ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ അവകാശമായി പുഷ്ടിയുള്ള തലമുറ ജനിക്കാൻ ആദ്യം സ്ത്രീക്കും പുരുഷനും തുണയായി കഴിഞ്ഞ ശേഷം കൊടുത്ത വാഗ്ദത്തത്തിലൊന്നാണ് സന്താന പുഷ്ടിയുള്ളവരായി വെട്ടിവെക്കുക. അങ്ങനെ ആദാമിനും ഹവ്വായ്ക്കും ആദ്യം ഒരു തലമുറ ജനിച്ചു. അവന്റെ പേരാണ് കയ്യൻ.
രണ്ടാമത് ഒരു മകൻ ജനിച്ചു. അവന്റെ പേരാണ് ഹാബേൽ. ഇവർ രണ്ടുപേരും വളർന്നു. അവരിൽ നിന്ന് വംശങ്ങൾ പെരുകി. സമയത്തിന്റെ പരിമിതി കൊണ്ടും ഇതിന് വലിയ യോഗമല്ലാത്തത് കൊണ്ടും നമ്മുടെ കുഞ്ഞിനെ സമർപ്പിക്കേണ്ട ശുശ്രൂഷയാകൊണ്ടും ഇടയ്ക്കത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് നേരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് വാക്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തലമുറ ജനിച്ചു. അവരിൽ നിന്ന് ഭൂമിയിൽ മക്കൾ വർദ്ധിക്കാൻ തുടങ്ങി. വംശാവലിയുടെ നീണ്ട പട്ടിക തന്നെ ബൈബിളിന്റെ ആദ്യ ഭാഗങ്ങളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പാപം ചെയ്യുന്നതിന് മുൻപും, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പും ദൈവം പറഞ്ഞ വാഗ്ദത്തം, ഞാനതാണ് ആദ്യം പറഞ്ഞ വാക്ക്, സന്താന പുഷ്ടിയുള്ളവരായി പെറ്റ് പെരുകുക. എന്നാൽ പാപം ചെയ്ത ശേഷം മനുഷ്യനെ തോട്ടത്തിന് വെളിയിലാക്കുമ്പോഴും ദൈവം ഇതേ വാക്ക് മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഭൂമി മുഴുവൻ പെറ്റ് പെരുകി. സന്താന പുഷ്ടി എന്നുള്ള പദം ദൈവം പിൻവലിച്ചു. കാരണം അവൻ ഏതോ തോട്ടത്തിന്റെ അകത്തെ അവൻ പാപം ചെയ്യാതെ ജീവിച്ചിരുന്നെങ്കിൽ സന്താന പുഷ്ടി എന്നുള്ള പദം പിൻവലിക്കത്തില്ലായിരുന്നു, രണ്ടാമത് ആവർത്തിക്കേണ്ടവരില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് ഒന്നാമത് പുഷ്ടി എന്നുള്ള പദം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ, പാപം ചെയ്യാതെ തോട്ടത്തിന്റെ അകത്ത് മക്കൾ ജനിച്ചിരുന്നെങ്കിൽ തേജസ്സിന്റെ പുത്രന്മാരായി കയീനും ഹാബേലും ജനിച്ചേനും. എന്നാൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവരെ പാപം എന്ന വിഷയത്തിന്റെ അതേ കാരണത്താൽ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇനി സന്താന പുഷ്ടിയല്ല, പെറ്റു പെരുകിക്കോളാം. അങ്ങനെ മനുഷ്യൻ പെറ്റു പെരുകാൻ തുടങ്ങി. അങ്ങനെ പെരുകി വരുന്ന കൂട്ടത്തിൽ എല്ലാവരും മക്കളെ വളർത്തുന്ന പോലെ വളർത്താനല്ല, വിശേഷിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവസഭയുടെ അംഗമായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന തലമുറയെ വളർത്താൻ വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി അവൻ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. വചനത്തിന്റെ കൃത്യമായ പദ്ധതി ദൈവം പറഞ്ഞിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് തലമുറയെ ദൈവത്തിന് വേണ്ടി വളർത്താനുള്ള വലിയ ഒരു കാര്യം വചനം മുൻപോട്ട് വെക്കുന്നുണ്ട്. കാരണം ആ വാക്യം തന്നെയാണ്, നമ്മുടേതല്ല മക്കൾ. എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കണം. ഭൂമിയിൽ നമ്മുടേതാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെ അവര് എൻ്റെ പപ്പ എൻ്റെ മമ്മി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഉറപ്പിച്ചും തറപ്പിച്ചും ബൈബിൾ പറയുന്നു, നമ്മുടേതല്ല, മക്കൾ ദൈവത്തിന്റെ അവകാശമാണ്. അതാത് സമയങ്ങളിൽ ദൈവം അവൻ നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ അവർക്ക് ജന്മം കൊടുക്കാൻ, ഉദരത്തിൽ പേറാൻ ഭാഗ്യം ലഭിച്ചവർ മാത്രമാണ് മാതാപിതാക്കൾ. അപ്പോൾ ദൈവാവകാശമായ തലമുറയെ നമ്മുടെ പക്കൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ തലമുറയെ വളർത്താൻ ദൈവം ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. ആ തലമുറ എങ്ങനെ മുൻപോട്ടായിരിക്കണം, അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ ഇടയ്ക്കത്തെ ഒരു പദം മാത്രം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അവൻ ദൈവത്തിന്റെ അവകാശമായി നമ്മുടെ കയ്യിൽ കിട്ടിയ മക്കളെ ദൈവിക ഉപദേശങ്ങളിൽ നമ്മൾ വളർത്തണം. എന്ന് പറയുമ്പോൾ വളർത്തുക എന്നുള്ളൊരു പദത്തിൽ വീട് മാത്രം ഞാൻ എടുക്കുക. എങ്ങനെയാണ് ഒരു കുഞ്ഞു വളരുന്നത്? കുഞ്ഞു വളരുന്നത് നമ്മൾ ഭക്ഷണം കൊടുത്തു, അമ്മയുടെ മുലപ്പാൽ കുടിച്ചു, ഓരോ പ്രായത്തിൽ കൊടുക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്താണ് വളർത്തുന്നെന്ന് പറയുമെങ്കിൽ ബൈബിൾ അതിന് മറ്റൊരു വ്യത്യസ്തമായ കാര്യം പറയുന്നുണ്ട്. ആ വാക്യത്തെ നമുക്ക് എങ്ങോട്ടും തിരിച്ച് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലാണ്. അത് ദൈവസഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും നമുക്ക് ഏതിനോടും അത് തിരിക്കാം. ആ വാക്യം എങ്ങനെയാണ്? നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നവൻ ദൈവമാണ്. അപ്പോൾ ആ ഒരു പദം മാത്രം ഈ ഓടിച്ചോർത്തിരിക്കുന്നവർ ശ്രദ്ധിക്കണം. വളരുമാറാക്കുന്നവൻ ദൈവമാണ്. വളർച്ച എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പ്രക്രിയയല്ല. വളർന്നത് കാണാം, എന്നാൽ വളർച്ച എന്ന പ്രക്രിയ ആന്തരിക മണ്ഡലത്തിൽ നടക്കുന്ന ഒന്നാണ്. ഓരോ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ വളർന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. പക്ഷേ വളർച്ച എന്ന പ്രക്രിയ കാണാൻ ഒരിക്കലും ആർക്കും ഈ പുറം കണ്ണുകൊണ്ട് കഴിയുകയില്ല. തെളിവേ, ഒരു സസ്യം നട്ടു, അതിന് വെള്ളമൊഴിക്കുന്നു, വേണ്ട പരിഗണനകൾ കൊടുക്കുന്നു. നിങ്ങൾ ഉറങ്ങാതെ അതിലേക്ക് നോക്കിയിരുന്നാലും ഈ വളവും വെള്ളവും വലിച്ചെടുത്തുള്ള പ്രക്രിയ നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എന്തൊക്കെ നമ്മൾ ചിലവിട്ടാലും
വളർത്തണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആരുമല്ല, വളരുമാറാക്കുന്നവൻ ദൈവമാണ്. എന്താണ് ആ വാക്കിന്റെ പ്രത്യേകത? വളർച്ച എന്ന് പറയുമ്പോൾ എങ്ങനെയും വളർന്നാൽ പോരാ. ബൈബിൾ പറയുന്ന വളർച്ച എങ്ങനെയുമൊക്കെ ശരീരത്തിനും ഒക്കെ ഉണ്ടാകുന്നൊരു വളർച്ച മാത്രമല്ല, പ്രായം കൊണ്ട് വലുതാകുന്നൊരു വളർച്ചയല്ല. ബൈബിളിൽ വ്യത്യസ്തമായൊരു ഇടപാട് തന്നെയാണ് വളർച്ച എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടെ ഞാൻ അതിനോടൊപ്പം ബന്ധത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം കൊണ്ട് വായിക്കാം. 1 ശമൂവേൽ 3-ാം അധ്യായം 19-ാം വാക്യം വായിച്ചാൽ 1 ശമൂവേൽ 3:19. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. മതി. ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശമൂവേൽ വളർന്നു എന്ന് എടുത്തു പറയുമ്പോൾ എനിക്കൊരു ചോദ്യം തിരിച്ച് ഞാൻ ഈ ബൈബിൾ ധ്യാനിച്ചപ്പോൾ, വേറെ മക്കളാരും വളർന്നില്ലേ? അതേ ആലയത്തിൽ ശമൂവേലിനെ കൊണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ അതേ ദേശത്തെ ശീലോവിലെ ആലയത്തിലെ പുരോഹിതനായ ഏലി എന്ന് പറയുന്ന മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഏലിക്ക് 2 മക്കളുണ്ട്. അവരുടെ പേര് ഒഫ്നിയും ഫിനെഹാസും. അവരും വളർന്നു. പക്ഷേ ശമൂവേലിന്റെ പേര് മാത്രം വളർന്നു എന്ന് എടുത്തു പറയാൻ കാരണം, വളരേണ്ടതുപോലെ വളർന്നത് ആ സമയത്ത് ശമൂവേൽ മാത്രമാണ്. ശരീരം കൊണ്ട് വളർന്നോ, മറ്റെന്തെങ്കിലുമൊക്കെ അവൻ പ്രാപ്തി നേടിയോ എന്നുള്ളതല്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തലമുറ വളർന്നോ എന്നുള്ളതിനാണ് എഴുത്തിന്റെ ആവശ്യം വന്നിരിക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പ്രായവ്യത്യാസമില്ലാതെ സകലരോടും അവൻ ചിന്തിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വളർച്ച അവൻ ദൈവിക ഉദ്ദേശങ്ങളിൽ തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പുനർപരിശോധിക്കേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ വളർച്ചയിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങളിൽ കൂടെ അല്ല വളരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവൻ തിരികെ വരാൻ ഒരു സ്വാതന്ത്ര്യം വേദപുസ്തകം അനുശാസിക്കുന്നുണ്ട്. അതിനവിടെ കുത്തിടുന്നു. ഇന്നത് പറയാനുള്ള സമയമല്ലാത്തത് കൊണ്ട് ഓർമ്മപ്പെടുത്തി മാത്രം വിടുകയാണ്. രണ്ടാമത് അതിനോട് ചേർത്ത് പറയേണ്ട കാര്യം, നിങ്ങളുടെ മടിയിലിരിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ അടുത്തിരിക്കുന്ന, നിങ്ങളുടെ മാറിൽ ചാരിയിരിക്കുന്ന, നിങ്ങളുടെ തോളിൽ ചാരിയിരിക്കുന്ന നിങ്ങളുടെ മക്കളെ അവൻ നിങ്ങൾ വളർത്തേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ്. ദൈവ ഇഷ്ടത്തിന് വളർത്താൻ കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ മേലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനായി. സ്വന്തം നമ്മൾ ദൈവ ഇഷ്ടങ്ങൾ പറഞ്ഞു അതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നു. വിട്ടുവീഴ്ച എന്നെ ഞാനൊക്കെ വളരുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ, എനിക്കിപ്പോൾ 47 വയസ്സ് പറഞ്ഞു, ഞാൻ വളർന്നു വരുന്ന സമയത്ത് എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അമ്മ എന്നെ അടുത്തിരുത്തി വാക്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ അർത്ഥം പറയും. അപ്പോൾ ചെറുപ്രായത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു വാക്യം എന്നും പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു 10 വയസ്സ് 11 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു വാക്യം, സദൃശവാക്യത്തിലെ ഒരു വാക്യം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. ഇങ്ങനെയാണ്, അപ്പനെ അമ്മയെ അനുസരിക്കാത്തവന്റെ കണ്ണ് തോട്ടരികത്തിലെ കാക്ക കൊത്തിപ്പറിക്കും. അപ്പനെയും അമ്മയും ദൈവം ഇവിടെ നിന്ന് വർത്തമാനം പറയരുതേ. വർത്തമാനം അത്യാവശ്യം പറയേണ്ടവർ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തിറങ്ങി പറയുക. ആമേൻ. സ്നേഹത്തോടാണ് പറയുന്നത്, വഴക്കല്ല. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ഇതിനെ ഗൗരവമായി കാണണം. ഇവിടെ നിന്ന് വർത്താനം പറയരുത്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞിട്ട്. അപ്പം മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുടെ കണ്ണ് തോട്ടരികത്തെ കാക്ക എന്ത് ചെയ്യും? കുത്തിപ്പോയി. സദൃശവാക്യത്തിലൊരു വാക്യം. എൻ്റെ അമ്മ ഇത് 10-11 വയസ്സിലേക്കുള്ള പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ പറയാം. കുഞ്ഞെ, നീ അപ്പനെ അമ്മയെ അനുസരിച്ചില്ലെങ്കിൽ ഒരു ദിവസം നീ എങ്ങനെയോ മരിച്ച് തോട്ടിൽ വെള്ളത്തിൽ പോകും. ഞങ്ങളുടെ അവിടെ പെട്ടെന്ന് മനസ്സിലായി, ഞാൻ കുമരാൻകാരാണ്, തോടും വെള്ളവും കാര്യവും ഒക്കെ ഉള്ളൂ. പെട്ടെന്ന് ആ വാക്യം മനസ്സിലായി. എന്നിട്ട് നീ മുങ്ങി അടിയിൽ പോയി ശ്വാസം കിട്ടാതെ മരിച്ച ശേഷം പിന്നെ ചീഞ്ഞു പൊങ്ങി വരുമ്പോൾ മരത്തിന്റെ സ്റ്റില്ലിലിരിക്കുന്ന കാക്ക വന്ന് നിന്റെ കണ്ണ് പൊത്തിപ്പൊളിക്കും. ഞാനിത് പറയുന്നത് രസത്തിലല്ല. മാതാപിതാക്കളെ അനുസരിക്കാത്തൊരു തലമുറ വളർന്നാൽ ആമേൻ, അങ്ങനെ
കനത്ത ശിക്ഷയിൽ കൂടെ കടന്നു. ഇവിടെ ഒരു പെന്തക്കോസ് അനുഭവത്തിലുള്ള കുടുംബമായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കടിപ്പിച്ച് കാര്യം പറയുന്ന കൂട്ടത്തിലല്ല, രസിപ്പിച്ച് പറയുന്ന കൂട്ടത്തിലല്ല. അവൻ ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി തിരിഞ്ഞാലും നീ വചനമനുസരിച്ചും മാതാപിതാക്കളെ അനുസരിച്ചും ജീവിക്കുന്ന ആളാണെങ്കിൽ ദൈവം നിന്നോട് കൂടെ കാണും. നിന്റെ മാതാപിതാക്കൾ നിന്നോട് കൂടെ ഇല്ലെങ്കിൽ പോലും നീ ഒറ്റയ്ക്കായിരിക്കുന്ന സ്ഥലത്തും ദൈവം നിന്നോട് കൂടെ കാണും. ഞാൻ ഈ കുഞ്ഞിനോട് ഇപ്പൊ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഇവിടെ മക്കളും മാതാപിതാക്കളുമായി തിരിച്ചറിവുള്ളവരുണ്ടല്ലോ, നിങ്ങളോട് പ്രായവ്യത്യാസമില്ലാതെ പറയാം, നിങ്ങൾ ഒന്നും നേടിയില്ലെങ്കിലും നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കാമെങ്കിൽ, അവരെ ബഹുമാനിക്കാമെങ്കിൽ, നിങ്ങൾക്ക് പ്രായമായി വരുമ്പോൾ നിങ്ങൾ കടപ്പാടുകൾ അവരോട് നിർവഹിക്കാമെങ്കിൽ അവൻ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഞാനതിന് പ്രഥമ ശുശ്രൂഷയിൽ നിന്ന് ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് പാസ്റ്റർ അത് ചെയ്യും. അതിന് മുമ്പ് വചനം പറയുക എന്നുള്ളതായിട്ട് ഞാൻ അതിൻ്റെ കടപ്പാടൊന്ന് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗവും ഒന്ന് വെട്ടിക്കുറച്ചിട്ട് ആമേൻ ശമൂവേലിൻ്റെ പുസ്തകവും വിട്ടിട്ട് ആമേൻ എഫീസ് ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം മുതലും കൂടെ താഴോട്ട് വായിക്കണം. എഫീസ് ലേഖനം 1-ാം അധ്യായം ആമേൻ എഫീസ് ലേഖനം 6-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിക്കും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. ഇത് തിരിച്ചറിവായ മക്കളോടാണ് ബൈബിൾ പറയുന്നത്. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പീൻ. ഇത് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളുടെ മക്കളായി പിറക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവശാഖയോടുള്ള ബന്ധത്തിൽ ഇത് മസ്റ്റായിട്ടും പറയണം. അപ്പോൾ തന്നെ എല്ലാവർക്കും ബാധകമാണ്. ഇത് ദൈവസഭയുടെ ബന്ധത്തിലെ ഡീപ്പായ ഉപദേശത്തിലൊന്നാണ്. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ കർത്താവിൽ അനുസരിക്കണം. അത് ന്യായമാണ്. ഏതാ ന്യായമെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര വളർന്നാൽ, നമ്മൾ ഏതെല്ലാം മേഖലയിൽ നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഉയർന്നാൽ, ഈ ബൈബിൾ പറയും മാതാപിതാക്കളെ അനുസരിക്കുന്നതാണ് കർത്താവിൽ ന്യായം. മാതാപിതാക്കളെ അനുസരിക്കാതെ മാതാപിതാക്കളെ ധിക്കരിച്ച് ജീവിക്കുന്നവരോർത്തോണം, ഇന്നലെ നാളെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായി നമ്മളോട് ദൈവം ചോദിക്കും. എൻ്റെ പിതാവ് പറഞ്ഞ ഒരു സംഭവം കഥ ഞാൻ എൻ്റെ ഓർമ്മയിൽ, ഒരു വീട്ടിൽ ഒരു അപ്പനും മകനും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കും. ആ വഴക്ക് വലിയ പ്രശ്നത്തിലേക്ക് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അടിയായി. അപ്പനെ അടിച്ച് മകൻ നിലത്തിട്ടു. 2 കാലിനും പിടിച്ച് വലിക്കാൻ പോയി. വാതിൽപ്പടി കിടന്നു മുറ്റത്തു കൂടെ ഗേറ്റിൻ്റെ അവിടെ വരെ വലിച്ചപ്പോൾ, ഗേറ്റിൻ്റെ അവിടം വരെ എത്തിയപ്പോൾ അപ്പൻ പറഞ്ഞെന്നാണ്, ഇവിടം വരെ മതികളാണ്. ഉടനെ മകൻ ചോദിച്ചു, പുരക്കകത്തിൽ നിന്ന് അടിച്ച് വാതിൽപ്പടിയും കിടത്തി വലിച്ച് മുറ്റത്തുകൂടെ വലിച്ച് ഗേറ്റിൻ്റെ അവിടെ വരെ വന്നപ്പോൾ, ഈ സ്പോട്ടിലെത്തിയപ്പോൾ മാത്രം ഇവിടം വരെ മതി എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനെ ഇവിടം വരെ വലിച്ചോളൂ. എന്നാലേ ഈ വലിക്കുന്ന മകന് അല്പവും കൂടെ വലിച്ചിട്ടാണ് എന്നാലേ അവൻ്റെ മകന് അത്രയും കൂടെ ദൂരെ ഇനിയും വലിക്കാൻ പറ്റും. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ എന്തൊക്കെ ലോകത്തിലെ വെല്ലുവിളിയായാലും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന 2 ദോഷവും കൂടെ പറയാം. എനിക്കിവിടെ കുഞ്ഞുങ്ങളോട് പ്രസംഗിക്കാനൊന്നുമില്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവിടെ പ്രസംഗിക്കുന്ന വലിയവരും മാതാപിതാക്കളുള്ളവരാണ്. താഴോട്ട് വായിക്കണം പാസ്റ്ററെ. 2 ദോഷത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. മാതാപിതാക്കളെ കർത്താവിൽ അനുസരിച്ചില്ല 2 ദോഷം. നിനക്ക് നന്മയുണ്ടാകുവാനും, 1, നീ PhD എടുത്തില്ലെങ്കിൽ നിനക്ക് നന്മയുണ്ടാകും. വിദ്യാഭ്യാസം ഉണ്ടായില്ലെങ്കിൽ പോലും മാതാപിതാക്കളെ അനുസരിക്കാനില്ല, നീ നന്മയുള്ളവളായി എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം വേണ്ടെന്നല്ല പറയുന്നത്. വിദ്യാഭ്യാസം കൊടുക്കണം, എത്രത്തോളം പഠിപ്പിക്കാമോ അത്രത്തോളം പഠിപ്പിച്ചോളൂ. പക്ഷേ എത്രത്തോളം പഠിത്തം കിട്ടിയിട്ടും പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നില്ലെങ്കിൽ നീ എത്ര കൊട്ടാരം പണിതാലും ദൈവം അതെല്ലാം ഒരു ദിവസം ചീട്ടുകൊട്ടാരം പോലെ ഇടിച്ചു കളഞ്ഞ് നിന്നെ വട്ടപൂജ്യമാക്കും. ഇത് എൻ്റെ അഭിപ്രായമല്ല, ഞാനടക്കമുള്ളവർ പാലിക്കേണ്ട
നീക്കമില്ലാത്ത വചനമാണ്. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു നമ്മുടെ മാതാവിനെയും പിതാവിനെയും ഒരു മക്കൾ എപ്പോഴാണ് കൂടുതൽ സ്നേഹിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ ശരിക്കും എൻ്റെ മാതാവിനെയും പിതാവിനെയും ആഴമായി സ്നേഹിക്കാൻ തുടങ്ങിയത് എനിക്ക് സന്തതികൾ ജനിച്ചു. അപ്പോഴാണ് നമ്മളെ ഇവരെ എത്ര കഷ്ടപ്പെട്ട വളർത്തി എന്നുള്ളത് നമ്മളറിയുന്നു. എല്ലാവരും ഓർത്തോണം, കൈത്തണ്ടിൽ താങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ആമേൻ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പിതാവിനെയും മാതാവിനെയാണ്. ആമേൻ. നമ്മൾ ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കുക. ഇവിടെ ഇരിക്കുന്ന സുബിനും വരെ പുറത്തിറങ്ങി. കാരണം എന്നാ, കുഞ്ഞു ബഹളം വെച്ചത് കൊണ്ടാണ്. അവർക്ക് ഇവിടെ ഇരിക്കണം താല്പര്യമുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ ഓർത്തോണം, നമ്മളെ കൊണ്ട് അവർ എത്രയധികം ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത കാലത്തെ രോഗം വന്നപ്പോൾ, പനി വന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്തോരം കഷ്ടം സഹിച്ചു എന്ന് ചിന്തിച്ചിട്ട് അധികം മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചാൽ ദൈവം അനുഗ്രഹിക്കുവാനുണ്ട്. അടുത്ത ഭാഗമുള്ള വായിച്ചു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും. ആ വാക്യം ഞാൻ പറയുമ്പോൾ എന്നോടൊന്നും തോന്നുന്നു. നിനക്ക് നന്മ ഉണ്ടാകും. രണ്ടാമത്തെ ഭാഗം കണ്ടോ, ദീർഘായുസ്സോടിരിക്കും. ദൈവം ഒരാൾക്ക് 100 വയസ്സാണ് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നെ തന്നെ പറയാം, നിങ്ങളെ ആരും പറയുന്നത്. എനിക്ക് 100 വയസ്സാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. 50 ഞാൻ തട്ടിപ്പോകാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. കൂടെ ഹോസ്പിറ്റലിൽ ബോഡി ചെക്കപ്പ് നടത്തുകയല്ല, എൻ്റെ പിതാവിനെയും മാതാവിനെയും അനുസരിച്ച് ബഹുമാനിച്ചാൽ ആയുസ്സത്ത് ഞാൻ മരിക്കും. ദൈവം എഴുതി വെച്ച ആയുസ്. മാതാവിനെയും പിതാവിനെയും അനുസരിക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും നോക്കണം, എൻ്റെ ആയുസ്സിൻ്റെ പകുതി ദൈവം നന്ദിക്കും. ഇനി മാതാവും പിതാവും എന്ന് പറഞ്ഞാൽ പൊതുവിൽ പലരും എടുത്തു പറഞ്ഞു, നിന്നെ ജനിപ്പിച്ച നിനക്ക് ഉദരം തന്ന പിതാവും മാതാവും മാത്രമല്ല, നിന്നെ വിവാഹം കഴിച്ചയക്കുന്ന നിന്റെ ഭാര്യയുടെ അപ്പനും അമ്മയും, നിന്റെ ഭർത്താവിന്റെ അപ്പനും അമ്മയും നിന്റെ അപ്പനും അമ്മയും തന്നെയാണ്. മാതാപിതാക്കളുടെ സ്ഥാനത്ത് ആരൊക്കെ ഭൂമിയിലുണ്ടോ അവരെല്ലാം കർത്താവിൽ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്നെ ആയുസ് കൊണ്ട് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഇവിടെ ഇല്ലെങ്കിലും സുബിന്റെയും ആതിരയുടെയും കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടാൻ വേദപുസ്തകം പറയുന്ന ഒന്നാമത്തെ പദ്ധതി, സുബിനും ആതിരയും അവരുടെ 2 പേരുടെയും മാതാപിതാക്കളെ ബഹുമാനിച്ച് സ്നേഹിച്ച് അനുസരിച്ച് കുടുംബത്തിന്റെ മക്കളുടെ കടമകൾ നിർവഹിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. കൈയടിച്ചത് കൊണ്ടോ പാട്ട് പാടിയത് കൊണ്ടോ തുള്ളിയത് കൊണ്ടോ അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ ഒന്നും ആരും അനുഗ്രഹിക്കപ്പെടുന്നില്ല. അതെല്ലാം ഉണ്ടാകണമെങ്കിൽ അതൊക്കെ ഉള്ളതാണ്. ആരാധനയുടെ ബന്ധത്തിൽ, വചനത്തോട് ബന്ധത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും പാലിക്കാതെ അത് ചെയ്തതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയില്ല. അപ്പൊ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക. ഇങ്ങനെ അനുസരിക്കണമെങ്കിലോ നാം അവരെ പദ്യവചനത്തിൽ പോറ്റി വളർത്തണം. അതും താഴോട്ട് വായിക്കുന്നുണ്ട്. വായിച്ചോ താഴോട്ട്. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. ഇത് മക്കളെ കുറിച്ച് മുമ്പേ പറഞ്ഞു. ഇനി പറയുന്നത് മാതാപിതാക്കളോട്. പിതാക്കന്മാരെ അല്ലെങ്കിൽ മാതാവും പിതാവുമായുള്ളവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. വളരെ പരിജ്ഞാനത്തോടെ കുടുംബത്തിന്റെ അകത്ത് മക്കളോടുള്ള ബന്ധത്തിൽ പെരുമാറാൻ, ഇടപെടാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അനാവശ്യമായി ശരീരത്തിൽ ഉണ്ടായി വരുന്ന കോപത്തിലോ എടുത്തുചാട്ടത്തിലോ ദേഷ്യത്തിലോ കുടുംബത്തിൽ പെരുമാറിയാൽ കണ്ടു നിൽക്കുന്ന തലമുറ ദൈവം ഉദ്ദേശിക്കുന്ന പുഷ്ടിയിലേക്ക് വരത്തില്ല. ദേഷ്യമുണ്ടാകാം, മനുഷ്യനാണ്, കോപമുണ്ടാകാം. അതൊക്കെ ഉണ്ടാകുമ്പോഴും അതിനെ പരിജ്ഞാനത്തിൽ ദൈവകൃപയിൽ നിയന്ത്രിച്ചിട്ട് കോപം അടങ്ങിക്കഴിഞ്ഞേ തലമുറയെ പോലും ശിക്ഷിക്കാവൂ. കോപത്തിൽ മക്കളെ ശിക്ഷിക്കും. ദൈവം കോപിക്കും, പക്ഷെ ശിക്ഷ കോപത്തിൽ നടപ്പിലാക്കത്തില്ലെന്ന് അവരോട്. പെട്ടെന്ന് ദൈവത്തിന്റെ കോപം ശമിപ്പിച്ചു കഴിഞ്ഞാണ് തെറ്റുകൾക്ക് ശിക്ഷയ്ക്കുള്ള പദ്ധതിയിൽ വരുന്നത്. അതുപോലെ തന്നെയായിരിക്കണം മക്കളോടുള്ള ബന്ധത്തിൽ ഭൂമിയിലും
നമുക്ക് കൈ കിട്ടുന്ന വെച്ച് തല്ലാനോ ഉപദ്രവിക്കാനുള്ളതോ അല്ല തലമുറ. അവരെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. പെട്ടെന്ന് വായിച്ചു. കർത്താവിന്റെ ബാലശിക്ഷയിലും കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. രണ്ട് കാര്യമാണ് കർത്താവിന്റെ ബാലശിക്ഷ. കർത്താവിന്റെ ബാലശിക്ഷ എന്നാൽ തല്ലി തകർക്കുന്നതല്ല, ആവശ്യമുള്ളതിന് എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. അതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ ശിക്ഷയുടെ ഉദ്ദേശം എന്നാ? നമ്മൾ നന്നായി വരാൻ വേണ്ടി. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലയും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലയും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. മതി. സോറി മതി, സമയത്തിന്റെ പരിമിതി ഉണ്ടാകും. നമ്മുടെ പ്രസംഗം കേൾക്കാൻ ലഭിച്ചിരുന്നിരിക്കും. പാടാവിനെ പിന്നെ പാടണം വായിക്കാം. ചെറുതയൊരിക്കൽ ശ്രദ്ധിക്കുക. ബാലശിക്ഷ നൽകുന്ന അപ്പൻ കോപത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ്. തന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നതല്ല ശിക്ഷ, തന്റെ തലമുറയുള്ള സ്നേഹത്തിന്റെ കൂടുതലാണ് ശിക്ഷ. നീ ആരെങ്കിലും മക്കളെ ശിക്ഷിക്കുന്നതിൽ ഓർക്കണം, നീ മക്കളെ സ്നേഹിക്കാത്തവ. ഇനി ഇവിടെ ഇരിക്കുന്ന വലിയപ്പന്മാരോടും വലിയമ്മമാരോടും പറയും, നമ്മളെല്ലാവരും ന്യായമായി കൈകാര്യം ചെയ്യും, അടിക്കും. പക്ഷെ നമ്മൾ നമ്മളെ മക്കളെല്ലാം അടിക്കുമ്പോൾ നമ്മളെ തല്ലിയ വലിയപ്പനും വലിയമ്മയുടെ പലർക്കും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ട വരുന്നത് കഥ കടച്ചിട്ട. പല അടിയും കൊള്ളുന്നത് വലിയപ്പനും വലിയമ്മയും. കാരണം അവർക്ക് അടിക്കുന്നതല്ല, അവരെ ഇടയ്ക്ക് വന്ന് കയറി അതൊന്നും മേടിക്കുക. ദയവ് ചെയ്ത് അതൊന്നും ഉണ്ടാകരുത്. ഒരു പിതാവോ മാതാവോ തങ്ങളുടെ മക്കളെ ശിക്ഷിക്കും, ന്യായമായ കാരണത്തിനാ ശിക്ഷിക്കുന്നെങ്കിൽ ഒരിക്കലും വക്കാലത്ത് പിടിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശിക്ഷിച്ചു വളർത്തിക്കൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങളുടെ മക്കൾ നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ, അത് ഞങ്ങൾക്കൊപ്പമോ നിങ്ങൾക്കൊപ്പം വരണമെങ്കിൽ ശിക്ഷിക്കാനുള്ള അനുമതി ഇടയ്ക്ക് കയറി വഴക്കുണ്ടാക്കുക. ഒരു കുഞ്ഞിനെ ശിക്ഷിച്ചതിൻ്റെ പേരിൽ കുടുംബത്തിൽ ദീർഘദിവസം കലഹങ്ങൾ ഉണ്ടായ കുടുംബങ്ങളെ ഒറ്റ കാരണം കേറിയ നടപടി. ദയവ് ചെയ്ത് വലിയപ്പന്മാരും വലിയമ്മമാരും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പ്രശ്നമുണ്ടാകരുത്. എന്നാൽ മാതാവ് ശിക്ഷിക്കുമ്പോൾ പിതാവ് മക്കളെ ആശ്വസിപ്പിക്കണം, മാതാവിനെതിരെ സംസാരിക്കണം. പിതാവ് ശിക്ഷിക്കുമ്പോൾ മാതാവ് മക്കളെ ആശ്വസിപ്പിക്കണം, പിതാവിനെതിരെ സംസാരിക്കും. ഒരപ്പനെ അമ്മയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, ഒരു മാതാവ് പെട്ടെന്ന് ശിക്ഷിക്കുന്നെങ്കിൽ ആ കുഞ്ഞ് ചിലപ്പോൾ ഓടി അഭയത്തിന് അപ്പൻ്റെ അടുക്കലേക്ക്. അപ്പോൾ അടിച്ച് അങ്ങോട്ട് വിടരുത്, ചേർത്ത് പിടിച്ചിട്ട് സാരമില്ല മമ്മി അടിച്ചത് അവൻ കുഴപ്പത്തിനല്ല, നീ നന്നാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് തൂത്തുടണം. തിരിച്ച് പിതാവ് ശിക്ഷിക്കുമ്പോഴും മാതാവിന്റെ അടുക്കലോട്ട് ചിലപ്പോൾ ഓടി വരും. അപ്പോൾ മാതാവ് എടുത്തു വെച്ചിട്ട് അപ്പനെ കുറ്റപ്പെടുത്തരുത്, അവൻ തലോടിക്കൊണ്ട് പറയണം, പപ്പ ശിക്ഷിച്ചത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എന്നിട്ട് ബൈബിളിലെ വാക്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി. എനിക്കിങ്ങനെ മൈക്കിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഈ 47 വയസ്സിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത് ശിക്ഷിക്കുന്ന ഒരു അപ്പനും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വെക്കുന്നു, സുബിനോടും ആതിരയോടും പറയുന്നു, ശിക്ഷിക്കുന്ന ഒരു അപ്പനായി, അവൻ പ്രാർത്ഥിക്കുന്ന വചനം പറഞ്ഞു കൊടുക്കുന്ന ഒരു അമ്മയായി അവൻ ഈ കുഞ്ഞിനെ വളർത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ബാലശിക്ഷയിലും പത്യോപദേശം എന്ന് പറഞ്ഞാൽ അവൻ യഹോവ എന്റെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പഠിപ്പിച്ചാൽ പോരാ, അവൻ അതിന്റെ പൊരുൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും. അതാണ് പത്യോപദേശം. ഒരു വാക്യം പഠിപ്പിക്കുന്നതല്ല കാര്യം, വാക്യത്തിന്റെ അർത്ഥം കുഞ്ഞുങ്ങളോട് തിരിച്ചറിവ് മുതൽ പറഞ്ഞു കൊടുക്കണം. അതാണ് പത്യ ഉപദേശത്തിൽ വളർത്തുക. ഈ സമയത്തെ പ്രിയ സുബിനോടും പ്രിയാതിരിയോടും
ദൈവത്തിന്റെ ദാസൻ എന്ന നിലയ്ക്കും ദൈവത്തിന്റെ ആത്മാവിൽ ഈ വചനം പ്രസംഗിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും താഴ്മയോടെ ഞാൻ പറയുന്നു, ഷുബിൻ, നിങ്ങൾ രണ്ടുപേരും ശിക്ഷിക്കുമ്പോൾ ഈ പറയപ്പെട്ടതുപോലെ ബാലശിക്ഷയിലും അപ്പോൾ തന്നെ പത്യോപദേശത്തിലും തലമുറയെ വളർത്തണം എന്നുള്ള തീരുമാനത്തോടുകൂടെ ദൈവിക വ്യവസ്ഥകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും വളർത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവൻ വളരുമാറാക്കുന്നവൻ ദൈവമാണ്. അവൻ നിങ്ങളുടെ കുഞ്ഞിനെ അവൻ വളർന്ന് വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്ന എല്ലാ അവസ്ഥയിലും വളരുവാൻ കൃപ നൽകും. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാക്യം പുസ്തകത്തിലുണ്ട്, അത് വളർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദാനമായി തന്ന ഇന്ന് സമർപ്പിക്കുന്ന കുഞ്ഞ് അവൻ ഇതുപോലെ അവൻ ദൈവത്താൽ വളർത്തപ്പെട്ട ജ്ഞാനം പറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയുള്ള കുഞ്ഞായി മോളായി വളർന്നു വരുവാനും ദൈവാവകാശത്തെ തിരിച്ച് ദൈവാവകാശമായി തന്നെ ദൈവത്തിന് വേണ്ടി നിലനിർത്തി ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാനും ദൈവം നിങ്ങളെ എല്ലാ രീതിയിലും കൃപയും വചനവും നൽകി നടക്കട്ടെ. കുടുംബമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞിനെ വിശേഷാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ച ബഹുമാനിയ കർത്തൃദാസനോട് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ കഴിയട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ഒരു വാത്സല്യത്തിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവസന്നിധിയിലായിരിക്കും. തിരുവനന്തപുരം പഠിച്ചു നമുക്കൊരുമിച്ച് വാത്സല്യക്കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം. മഹാപരിശുദ്ധ സ്വർഗീയ
പിതാവാം നല്ല ദൈവമേ, നല്ല ഈ നിമിഷത്തിനായി ഞങ്ങളുടെ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വാത്സല്യ കുഞ്ഞിന്റെ ജനനം മുതൽ ഈ സമയം വരെ ദൈവത്തിന്റെ കൃപ വാത്സല്യ കുഞ്ഞിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകലില് സ്വർഗ്ഗത്തിലെ ദൈവമേ, ഞങ്ങൾ സഭയായി കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് വാത്സല്യ കുഞ്ഞിനെ ദൈവത്തിന്റെ മുറിഞ്ഞ കരങ്ങളിൽ സമർപ്പിച്ച് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പ അവിടെ തുടർന്നുള്ള വളർച്ചയിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവ കൃപയും ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നത് പോലെ കർത്താവേ, തുടർന്നുള്ള നാളുകളിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ ഉണ്ടായിരിക്കണമേ. കർത്താവിന്റെ രാജ്യത്തിന് ഇവൾ അനുഗ്രഹമായി തീരട്ടെ, മാതാപിതാക്കൾക്ക് ഇവൾ അനുഗ്രഹമായി തീരട്ടെ. ഒരെസ്തേറിനെ പോലെ കർത്താവേ, ശബനബലമായി കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ദാസന്മാരായ നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഈ കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒലിവർ സാറാ സുബിൻ എന്ന നാമത്തിൽ ഈ കുഞ്ഞ് വളർത്തപ്പെടുവാനിടയാകും. യേശുവിൻ നാമത്തിൽ തന്നെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വാത്സല്യ സുബിനെയും അതിനെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ കുഞ്ഞിനെ വളർത്തുവാൻ ആവശ്യമാകുന്ന ദൈവകൃപ സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകിക്കൊടുക്കണം. ഒരു മാതൃകയുള്ള മാതാപിതാക്കളായി കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ, ബാലശിക്ഷയില് ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന കുഞ്ഞായി വളർത്തിയെടുക്കാൻ ആവശ്യമുള്ള ഉയരത്തിലെ കൃപ അവരുടെ മേൽ പകർന്നു കൊടുക്കേണ്ടതിന് നമുക്ക് അവരെ രണ്ടുപേരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പാസ്റ്റർ മുൻപോട്ട് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. തന്റെ ജീവിതത്തില് ദൈവദാനമായി കൊടുത്ത പൈതലിനെ ഇവിടെ കേട്ട ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്താനുള്ള സ്വർഗീയ ജ്ഞാനം നിന്റെ മകന്റെ പേര് പകരണമേ എന്നതോട് പ്രാർത്ഥിക്കും. ദൈവം തനിക്ക് നൽകിയ കുടുംബത്തിൽ പിതാവിന്റെ അതിനടിസ്ഥാനത്തിൽ നിറവേറ്റുവാനുള്ള ദൈവകൃപ നിന്റെ മകന്റെ മേൽ സ്വർഗം പകരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ജീവിതത്തിലെ സമസ്ത മേഖലയിലും മാതൃകയോടെ തലമുറയ്ക്ക് ഉണ്ടാകെ മാതൃകയോടെ നിൽപ്പാനുള്ള ദൈവകൃപ ധൈര്യത്തോടെ പോകുവാൻ നിന്റെ മകനെ സഹായിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയ സുഖിനെ അനുഗ്രഹിച്ച് പ്രിയ ദൈവം എനിക്ക് ദാനം കൊടുത്ത പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ദൈവകൃപയിൽ വളർത്തിയെടുപ്പാനുള്ള കൃപ ദൈവം ശക്തിയിൽ വളരുവാനുള്ള പൂജ്യമായി പശ്ചാത്തലം ഒരുക്കപ്പെട്ടത് പ്രാർത്ഥിക്കുന്ന ഒരമ്മ പിൻബലമുണ്ട്. ഈ കുഞ്ഞ് ആ തരത്തിലുള്ള സാഹചര്യത്തിൽ വളരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയുടെ പിൻബലം കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ വചനപ്രകാരം ഇതിനെ വളർത്താനുള്ള ദൈവകൃപ ഈ മകൾക്ക് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ഓട്ടോ നിറഞ്ഞ ഈ തലമുറയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷനെ പോലെ ഈ കുഞ്ഞ് വളരേണ്ടത് വളരെ പ്രാർത്ഥനയോടെ ഇതിന്റെ പിന്നിൽ നിൽക്കുവാൻ ദൈവകൃപ നിന്റെ മകൾക്ക് ദൈവം തന്നെയാക്കി കുടുംബത്തിൽ എല്ലാ ദൗത്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന ദൈവകൃപ ദൈവം നൽകണമേ. ഇവിടെ മുടങ്ങിക്കെട്ട വചനം പോലെ ഇവരുടെ മാതാപിതാക്കന്മാരെ ഇവർ ബഹുമാനിക്കുന്നത് പോലെ ഈ തലമുറയിൽ ഇവരെ ബഹുമാനിച്ച് വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രിയ മകളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകല് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നൽകുന്ന അവസരങ്ങൾക്ക് കർത്താവ് നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് വാത്സല്യ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ ദാസന്മാര് നമ്മുടെ നടുവിലുണ്ട്. പ്രിയ ആതിരയുടെ മാതൃ ചർച്ചിലെ പാസ്റ്റർ, പ്രിയ ജോമോൻ പാസ്റ്റർ, അതുപോലെ പ്രിയ റോബി പാസ്റ്റർ, അവർ അല്പസമയങ്ങൾ നമ്മളോട് ദൈവത്തിന് ആശംസയായിട്ട് കുടുംബത്തോട് ദൈവത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അതിനായിട്ട് കർത്താവിന്റെ ദാസനോട് ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം കാത്തുകൊള്ളുന്നതിൻ്റെ മഹനീയമായ ഈ നല്ല ദിവസത്തിൻ്റെ രാത്രിവേളയിൽ പ്രിയ സുബിൻ സഹോദരനും പ്രിയ സിസ്റ്റർക്കും ദൈവം ഈ ഭൂമിയിൽ നൽകപ്പെട്ട പ്രിയ പൈതലിൻ്റെ സമർപ്പണ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ ദൈവങ്ങളുടെയൊക്കെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട ദേവദാസൻ എനിക്ക് മുൻപായി വളരെ ശക്തമായി ദൈവജനത്തിൻ്റെ കാതലായ സത്യങ്ങളെ പ്രഘോഷിച്ച പ്രിയ ദേവദാസൻ, വീതിയിലായിരിക്കുന്ന ഇതര ദേവദാസന്മാർ, വാർഷിക ഭവനത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ബന്ധുബന്ധാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ മഹനീയവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുവാൻ ഇടയായത്. പ്രിയ സഹോദരനെ പരിചയപ്പെടുവാൻ ഇടയായത് കുമ്പനാടുള്ള ഇന്ത്യ ഫുൾ ഗോസ്പൽ അസംബ്ലി എന്ന ദൈവസഭയുടെ ശുശ്രൂഷയിൽ കടന്നു വന്ന അനന്തരമാണ് പ്രിയപ്പെട്ടവരെ കാണുവാനും പരിചയപ്പെടുവാനും ഒരു സാഹോദര്യ ബന്ധം പുലർത്തുവാനും ദൈവം ഇടയാക്കിയത്. അതിന് ഞങ്ങളുടെ പ്രിയ സുനാന്തി ആണ് കൊള്ളുന്നു. വാർഷിക ഭവനത്തെ ഓർത്ത് ഞാനിപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, എല്ലാ മാസത്തിലും ഭവനത്തിന് നടുവിൽ ഒരു പ്രാർത്ഥനയുണ്ട്. തലമുറകൾക്ക് വേണ്ടിയൊക്കെ വളരെ സമയം പ്രാർത്ഥിക്കുന്ന ഒരു അടവാണ് പ്രിയ സുജാതാന്റി. ആൻറ്റിയുടെ മകളാണ് പ്രിയ സിസ്റ്റർ. ഞാൻ പറയാതെ വിവരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. പ്രിയ
ദൈവദാസൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തെ നാം ഒന്ന് വിലയിരുത്തി പഠിച്ചാൽ നിരവധി മാതാക്കൾ കരയുന്ന, കണ്ണീരോടെ അഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ഇതര ലഹരി പദാർത്ഥങ്ങളും ഇന്നത്തെ യുവചേതനകളുടെ ഭാവിയെ തകർക്കുമ്പോൾ ഒരാത്മീക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്ന തലമുറകൾ അങ്ങനെയുള്ളവരാകാതിരിക്കണമെങ്കിൽ ദൈവദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ തിരുവഴുത്തിൻ്റെ പത്യോപദേശങ്ങളിൽ വളരുവാൻ അവർ ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒരു ആത്മീക പശ്ചാത്തലമുള്ള കുടുംബമായതുകൊണ്ട് തന്നെ പ്രിയ പൈതലിൻ്റെ വളർച്ചയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സഹോദരൻ എന്ന നിലയ്ക്ക്, ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ഈ സുബിനോടും ആദർശനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ കുഞ്ഞിൻ്റെ വളർച്ചയെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അടുത്ത് കാണുന്നവരാണ് മാതാപിതാക്കൾ. ഒരുപക്ഷെ നമ്മുടെ വല്യപ്പച്ചനേക്കാൾ വല്യമ്മച്ചിയേക്കാൾ ഒക്കെ ഏറ്റവും അടുത്ത് ഈ കുഞ്ഞിൻ്റെ വളർച്ചയെ കാണുന്ന രണ്ടു പേരാണ് മാതാപിതാക്കൾ. അപ്പോൾ തന്നെ നിങ്ങളിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് ആ കുഞ്ഞിന് ഉള്ള ഒരു താലന്ത്, എന്താണ് ആ കുഞ്ഞിലുള്ള ഒരു പ്രത്യേക കഴിവ്, അത് നിങ്ങൾ കണ്ടെത്താൻ ഇടയാകണം. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ജ്ഞാനം സമ്പാദിക്കുകയും വിവേകം കണ്ടെത്തുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സാധ്യമാകാൻ ഇടയായിത്തീരും? ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാതാപിതാക്കളോട് മാത്രം അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു പ്രായം മുതൽ വേദപുസ്തകത്തിലെ വചനങ്ങളെ പറഞ്ഞു കൊടുക്കുകയും ആ കുഞ്ഞിന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൾ അറിയാതെ ജ്ഞാനവും വിവേകവും സമ്പാദിക്കാനിടയായിത്തീരും. ഈ ജ്ഞാനവും വിവേകവും ഒരിക്കലും പുറത്തുനിന്ന് ലഭിക്കത്തില്ല, ഒരിക്കലും മറ്റൊരാൾക്ക് കൊണ്ടുകൊടുക്കാനും കഴിയത്തില്ല. അത് കൊണ്ടുകൊടുക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കാണ്. നമ്മൾ എങ്ങനെ വളർത്തുന്നുവോ അതുപോലെ കുഞ്ഞുങ്ങൾ വളരത്തുള്ളൂ. ദൈവാസം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കാനിടയായി തീർന്നു. ഞങ്ങളൊക്കെ ഒത്തിരി തല്ലുകൊണ്ടത് കൊണ്ടും വഴക്ക് കേട്ടത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ അപ്പനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ കർക്കശ സ്വഭാവമുള്ളൊരു ദൈവദാസനായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും ഇന്ന് ശ്രേഷ്ഠരായ ദൈവദാസന്മാരോടൊപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ ഇടയായത്. ഞാൻ ഒരിക്കൽ കൂടെ ഒരു കാര്യം മാത്രം പറയാം. ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ അതിന്റെ കഴിവിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ വചനപ്രകാരം നാം ഒരുക്കി കൊടുത്താൽ, മാതാപിതാക്കൾ ഒരുക്കി കൊടുത്താൽ, ഈ ഭവനത്തിനകത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി വളരുവാനിടയായിത്തീരും. അതിലൊരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നു പ്രിയ സുബിന്റെ ഫാദർ ഒരു അഭിഷിക്തനായ ദൈവദാസനാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പ്രിയ കുഞ്ഞിനുണ്ടാകും. രണ്ട്, ആതിരയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞാൽ വളരെ സമയങ്ങൾ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. അപ്പോൾ ഇരു കുടുംബങ്ങളുടെയും പ്രാർത്ഥന ഈ കുഞ്ഞിനൊരു ബോണസാണ്. ഈ കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ വളർച്ചയ്ക്ക് ഒരു ബോണസാണ്. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഈ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കാവലാകും. അതിന്റെ കൂടെ വചനത്തിന്റെ ഒരു കാവലുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തോൽപ്പിക്കാൻ, ലോകത്തിന് വശീകരിക്കാൻ, ഒരു തിന്മയ്ക്കും തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ് ദൈവവചനത്തിന്റെ പത്യോപദേശത്തിൽ വളർത്തുക എന്നുള്ളത്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യ ഫുൾ ഗോസ്പൽ അസംബ്ലി പെരിയൽ ചർച്ചിലെ ദൈവമക്കളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവസഭയുടെ എൻ്റെ വ്യക്തിപരമായ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തെ വേർതിരിച്ച ദൈവദാസനോടും ഭവനത്തോടും നന്ദിയിലേക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഈ ശുശ്രൂഷയുടെ ഭംഗിയായി സംഗീതിച്ചിരിക്കുന്ന പ്രിയ കർത്താവദാസൻ, ദൈവവചനം സ്ഥാപിച്ച പ്രിയ പാസ്റ്റർ, മറ്റു ദൈവദാസന്മാർ, ദേവദാസർ, ഇന്ന് ദൈവദാനമായി നൽകിയ തലമുറയെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ ദൈവഭാഗ്യം നൽകിയ സുബിൻ ആതിര, പ്രിയദർശന സഹോദരി, ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവരോടും വന്ദനം അറിയിക്കുന്നു. ഏറ്റവും അനുഗ്രഹീതവും ശ്രേഷ്ഠമായ ഒരു ശിശുവിൻ്റെ ഭാഗമാകാൻ നമുക്ക് തോന്നുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഈ തലമുറയെ വളർത്തുവാൻ കഴിയും. അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ കൃത്യമായി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവദാസൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർത്ത ഒരു വാക്കുകൾ തന്നെ, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ തലമുറകൾ ലോകത്തിൽ വീണുപോകാതെ ദൈവിക കരുതലിൽ വളരണമെങ്കിൽ പ്രാർത്ഥന ഏറെ ആവശ്യമുള്ള കാര്യമാണ്.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലേന്തി പോകുന്ന വേളയിൽ യേശുവിന്റെ പുത്രിമാർ കർത്താവിൻ്റെ ശരീരത്തിലെ മുറിവുകളും കർത്താവ് അനുഭവിക്കുന്ന പീഡകൾ കണ്ടിട്ട് അവർ ഉറക്കം നിലവിളിക്കുമ്പോൾ യേശു അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, യേശുവിന്റെ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയരുത്. ഞാൻ ഓരോ ദിവസവും വർത്തമാന പത്രങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം, അന്ന് യേശു യെരൂശലേമിലെ തെരുവിൽ പറഞ്ഞ വാക്കുകൾ ഈ കാലഘട്ടത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു അമ്മയുടെയെങ്കിലും കണ്ണുനീര് വീഴാത്ത ഒരു പത്രത്താളില്ല. അത്രയ്ക്ക് പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാലത്തിൽ ദൈവം നമുക്ക് തരുന്ന തലമുറയെ തികഞ്ഞ ദൈവഭയത്തിൽ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ വളർത്തിയെടുക്കണം. രണ്ട് കാര്യങ്ങൾ ഞാൻ വലിയ ചേർത്ത് പറഞ്ഞു. തലമുറയില്ലാത്ത കുടുംബത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആ സഹോദരൻ പറഞ്ഞു, നിനക്കൊരു തലമുറ ജനിക്കും. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട ഈ വാർത്ത ഭർത്താവിനോട് പങ്കുവെക്കുമ്പോൾ മനോഹി എന്ന മനുഷ്യൻ പറയാണ്, ഇനി ആ പുരുഷൻ നിനക്ക് പ്രത്യക്ഷനാകുമ്പോൾ എന്നെ കൂടെ അറിയിക്കണം. അങ്ങനെ അറിയിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചെന്നിട്ട് മനോഹ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13:12. മനോഹ അവനോട്, ഞങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണമെന്ന് പറഞ്ഞു തരണം. അവിടെ ഒരു പദമുണ്ട്, ഞങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദാനം തരുന്ന തലമുറയെ പോറ്റി സംരക്ഷിച്ച് വളർത്തുന്നതിൽ അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ ചില പിതാക്കന്മാർ അറിയും, നീ വളർത്തിയത് അങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെ ആയിപ്പോയത്, നീ ലാളിച്ചതുകൊണ്ട് അങ്ങനെ ആയിപ്പോയത്. രണ്ടുപേർക്ക് ഉത്തരവാദിത്വമുണ്ട്. നോക്കണം, അങ്ങനെ കൃത്യമായി അങ്ങ് ചോദിക്കുന്നു. ദൂതൻ പറയാണ്, ഞാൻ അവളോട് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു കൊള്ളട്ടെ. പക്ഷെ അങ്ങനെ കൊടുത്ത തലമുറയെ മുൻപോട്ടുള്ള വഴിയിൽ നടത്തുമ്പോൾ പ്രാർത്ഥനയുടെ പിൻബലമില്ലാതിരുന്നു. അതുകൊണ്ട് ഫെലിസ്ത്യർ എന്ന ജനതയ്ക്കെതിരെ എഴുന്നേൽപ്പിച്ച ശിംശോൻ എന്ന ആ ശക്തനായ മനുഷ്യൻ ദൈവനെ ആത്മാവി നിറച്ച അതേ സ്ഥലത്ത് ഈ ലോകത്തിന്റെ ശക്തികൾ അവനെ ഒതുക്കിക്കളഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടും കേട്ടും വളർന്ന അടുത്ത തലമുറയിൽ വരുന്ന ശമൂവേൽ എന്ന ബാലനെ നമുക്കറിയാം. ശമൂവേൽ എന്ന ബാലനെ ദൈവം ദാനമായി കൊടുക്കുമ്പോൾ അത് കണ്ണീരിന്റെ മറുപടിയാണ്. പ്രാർത്ഥനയുടെ വലിയ പിൻബലമുണ്ടായിരുന്നു. ഫെലിസ്ത്യർക്കെതിരെ ദൈവം എഴുന്നേൽപ്പിച്ച ശിംശോനെ ശത്രു തകർത്ത് കളഞ്ഞെങ്കിൽ അതേ ജനത്തിന്റെ നടുവിൽ പ്രാർത്ഥിച്ച ദൈവം നൽകിയ ശമൂവേലിനെ കണ്ണീരോടുകൂടിയ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഒരമ്മ വളർത്തിയെടുത്തു. എൽക്കാന പറഞ്ഞു, നമുക്കവനെ ആലയത്തിൽ കൊണ്ടുപോകാം. അന്ന പറഞ്ഞു, ഇപ്പോൾ വരുന്നില്ല, ഞാൻ അവനെ കൊണ്ടുവരും, എന്നേക്കും അവൻ ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കേണ്ടത്. ആ നിശ്ചിത സമയത്ത് അവനെ ആലയത്തിൽ കൊണ്ടുകൊടുക്കുക മാത്രമല്ല, അവിടെയെല്ലാം നന്നായി വീക്ഷിച്ചിട്ട് അവിടുത്തെ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, ആലയത്തിലെ വിളക്ക് ഇടും മുമ്പ് നീ പെട്ടകത്തിന്റെ അരികത്തിൽ പോയി കിടന്നോണം എന്ന് പറഞ്ഞാൽ, പാപം നിറഞ്ഞ വിഷളത്വം നിറഞ്ഞ ഇരുള് നിറഞ്ഞ ലോകത്തിൽ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് തന്റെ തലമുറയ്ക്ക് കൃത്യമായി ഉപദേശം കൊടുക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്ത ആ തലമുറ തോറ്റുപോകാൻ ദൈവം അനുവദിച്ചില്ല. പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശമൂവേലിന്റെ കാലത്ത് ഫെലിസ്ത്യർ ഒതുങ്ങി തുടങ്ങിയെന്ന്. രണ്ട് കാര്യങ്ങൾ വളരെ ആഴമായി പഠിക്കേണ്ടതാണ്. ഈ വഷളത്വം നിറഞ്ഞ, ഈ വക്രത നിറഞ്ഞ, കോട്ടം നിറഞ്ഞ ഈ തലമുറയിൽ പ്രിയ കുഞ്ഞിനെ തികഞ്ഞ ദൈവഭയത്തിലും തികഞ്ഞ പ്രാർത്ഥനയിലും വളർത്തുവാൻ പ്രിയ മാതാപിതാക്കന്മാർക്ക് ദൈവം കൃപ നൽകട്ടെ, കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബഥേൽ പ്രയർ സെന്ററിന്റെ എല്ലാവിധമായ ആശംസാ വാക്കുകളെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാരുടെ നല്ല വാക്കുകളിൽ നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രാർത്ഥന നന്ദി പറയുവാനായിട്ട് പ്രയത്നിച്ചു. അതിനുശേഷം കർത്താവിന്റെ ദാസന്മാർ ഉപാസന മുമ്പോട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ ആഴ്ചകളുമാകട്ടെ. ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തുമ്പോൾ മനസ്സിനകത്ത് ഒരുപാട് പിന്നിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. കാരണം ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിയുമ്പോൾ ഒന്നുമല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ദൈവത്തിലേറെ ഞങ്ങളെ മാനിച്ചു കൊടുത്ത് ഒരുപാട് സന്തോഷമുള്ള ദൈവത്തെ അനുഗ്രഹിക്കുന്നു. പ്രത്യേക ഒരു വലിയ ഒരു ദൈവദാസന്മാരെ തന്നെ ഒത്തിരി എന്നെക്കാൾ ഒത്തിരി അറിവുള്ളവരും എല്ലാത്തിനും ഒത്തിരി ഉന്നതങ്ങളിലിരിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരോട് വന്നിട്ടുണ്ട്. പ്രത്യേകം ഈ യോഗം ലീഡ് ചെയ്ത പാസ്റ്റർക്ക്, അതുപോലെ തന്നെ ഇവിടെ മെസ്സേജ് ചോദിച്ചാലും പാസ്റ്റർ, പിന്നെ പാസ്റ്റർ പ്രത്യേകം എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. അത് മാത്രമല്ല, എനിക്ക്
എനിക്കറിയാം എല്ലാവരും ഞാൻ എനിക്കിപ്പോൾ തന്നെ അന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി പേരുടെ മുഖമൊക്കെ ചുരുങ്ങി. കാരണം ഇത്ര നേരം സഹിച്ച് ഇനിയും സഹിക്കണമെന്നുള്ളൊരു ഇതൊന്നും വേണ്ട, പെട്ടെന്ന് ഞാൻ നിർത്തേക്കാം പ്രത്യേകം. എന്നാലും ദൈവത്തിനോട് പറയേണ്ട കിട്ടിയ അവസരം, ദൈവത്തിനോട് നന്ദി പറയേണ്ട അവസരം നന്ദി പറയാതെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പിന്നുള്ള സമയങ്ങളിൽ പറയാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടി ദൈവത്തിനോട് എല്ലാം ഇത്രയും വരെ നടത്തിയ ദൈവത്തിന് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകം ഈ ഒരു ഇത്രയേറെ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകം കുഞ്ഞ് നല്ല കരച്ചിലാണ്, നമുക്ക് പനിയുണ്ട്. അതുപോലെ തന്നെ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പ്രത്യേകം ഡിസ്റ്റർബ് ആകുന്നത് തന്നെ ക്ഷമിക്കുക. പ്രത്യേകം നിങ്ങളെല്ലാവരും ഇത്രയും വന്നല്ലോ, നിങ്ങളുള്ള എല്ലാവരും നന്ദി അറിയിക്കുന്നു. ദൈവദാസന്മാരോടും എല്ലാവരും നന്ദി അറിയിക്കുന്നത്, പ്രത്യേകിച്ച് പോയതിനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്നും നമ്മുടെ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പോഴും കഴിയുന്നതുമല്ല. നിങ്ങളെ തുടർന്നും കാണണം, നിങ്ങളുടെ പ്രസൻസ് കാണണം. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ശ്രമിക്കുന്നു. മഹാപരിശുദ്ധനത്തിനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം കർത്താവെ, ദിവസത്തിൻ്റെ വൈകുന്നേര സമയത്ത് കർത്താവെ ഹോളിൽ ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ നാമത്തിൽ കൂടി വരുവാനും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലൂടെ ചെയ്യുവാനും ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾ കാട്ടുന്ന നീയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ച ഞങ്ങളുടെ അഭിഷക്തന്മാർക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം വചനം ശുശ്രൂഷിപ്പാൻ, പ്രതിഷ്ഠിപ്പാൻ, കർത്താവെ ആശംസകൾ അറിയിപ്പാൻ, നല്ല പാട്ടുകൾ പാടുവാനൊക്കെ ഈ ദൈവം നല്ല അവസരങ്ങൾ തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലി സ്ഥലത്തു നിന്നും സഭയിൽ നിന്നും ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് കേട്ട ദൈവവചനമനേകളുടെ ജീവിതത്തിൽ ചിന്തിപ്പാൻ, അവരുടെ ജീവിതത്തിൽ അത് പ്രവൃത്തി പദത്തിലെത്തുവാനും ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവരുടെ വളർച്ചയിൽ ദൈവത്തിൻ്റെ വലിയ കരം കൊണ്ടിരിക്കണമേ. പനിയാലൊക്കെ ഭാരപ്പെടുന്നുണ്ടല്ലോ, ഹല്ലേലൂയ വേഗത്തിൽ അവിടെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ ആകണം. കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൂടി ഏൽപ്പിക്കുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് കർത്താവിൽ ഒരുക്കിയ ഇതിൻ്റെ ഈ വോട്ടിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കായ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ലൈറ്റും കർത്താവ് ഇതുപോലെ ശബ്ദമൊക്കെ ഞങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭിച്ചതിനാൽ നന്ദിയോടെ ഹല്ലേലൂയ എല്ലാം അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. ആദ്യയോടൊന്നും കർത്താവ് ഞങ്ങളെ ഭരിച്ചു വഴി നടത്തും, പ്രത്യാശയുടെ നിലനിർത്തും, വരവിന് വേണ്ടി ഒരുക്കും. സകല മഹത്വം അങ്ങനെ കർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച വഴി നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും വാത്സല്യ കുടുംബത്തോടും വാത്സല്യ കുഞ്ഞിനോടും കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും യേശു ക്രിസ്തുവിൻ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകലിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. കർത്താവേ, എല്ലാവരെയും കർത്താവേ